ഒന്നുമില്ലെങ്കിലും കാത്തു ഈ സന്ധ്യ സമയത്ത് സംസാരിക്കുന്ന ഈ വാക്കുകളൊന്നും സൂക്ഷിക്കണം. നന്ദേട്ടാ എനിക്കും അത് തന്നെ പറയാല്ലേ. നന്ദേട്ടനെ സൂക്ഷിച്ച് സംസാരിച്ചൂടെ? എന്ത് സൂക്ഷിച്ച് സംസാരിക്കും? ഞാൻ സംസാരിച്ചത് എന്തോ കുഴപ്പമൊന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പ്രായത്തിന് മൂത്തല്ലേ ഞാൻ. അതിന്റെ ഒരു ഇതെങ്കിലും വാക്കുകളും കാണിക്കും സംസാരിക്കും. സമ്മതിച്ച്. അപ്പൊ നിങ്ങളെക്കാളും പ്രായത്തിന് താഴെയല്ലേ ഞാൻ. അപ്പൊ നിങ്ങൾക്ക് അതനുസരിച്ച് സംസാരിച്ചൂടെ? എന്തെങ്കിലും പറയണേ മുഖത്ത് നോക്കി പറയും. നന്ദേട്ടാ എന്റെ കുടുംബക്കാരെ പറഞ്ഞ് ഞാൻ തിരിച്ചു പറയൂ. അതന്നെ പറഞ്ഞു ഞാൻ നീ പറയൂന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ തന്നെ അന്ന് എന്റെ അമ്മ 100 വട്ടം പറഞ്ഞാണ് മോനെ ചിരിക്കുന്ന പെണ്ണിന്റെ പുറകെ പൂവല്ലേ കേട്ടില്ല നീ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഗതി വന്നത്. അതന്നെ. അതെ ഞാൻ നിങ്ങൾ അങ്ങോട്ട് വന്നില്ലല്ലോ പറയില്ലേ. എന്റെ സൗന്ദര്യം കണ്ട് നിങ്ങൾ എന്റെ പുറകെ വന്നേ എന്റെ കാലം പിടിച്ചു. അതന്നെ ഞാൻ പറഞ്ഞു എന്റെ ജീവിതത്തിൽ പറ്റി പോയി അബദ്ധമായിരുന്നു. എത്ര പെൺപിള്ളേരുണ്ടായിരുന്നു തൃശ്ശൂർ കാണാൻ നല്ല ഭംഗിയുള്ളത്. അന്നത്തെ നിന്റെ പഴയ സൗന്ദര്യം കണ്ടപ്പോ. അല്ലെങ്കിൽ എനിക്ക് ദീർഘഭൂഷണിൽ നാട്ടുകാരും വീട്ടുകാരൊക്കെ പറഞ്ഞത് ശരി തന്നെ. തൃശ്ശൂർ എത്രയോ 100 കണക്കിന് നല്ല സുന്ദരി പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരുവനന്തപുരത്ത് വന്ന് ഈ കാട്ടുമൂലിയെന്ന് കല്യാണം ആക്കിയിട്ട് വല്ല ആവശ്യം എനിക്കുണ്ടായിരുന്നു. അയ്യോ അബദ്ധം തിരുത്തിക്കോ. തൃശ്ശൂർ പോയി കെട്ട്. ഇവിടെ ആരാ വേണ്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോ. എനിക്ക് തൃശ്ശൂർ പോകാൻ അറിയാം. അതിന് നിന്റെ ഉപദേശത്തിന്റെ ആവശ്യം പൊയ്ക്കോ. എന്നാ ഞാനും പോവാം. ഞാൻ ഇക്കുണ്ട് കുടുംബക്കാര്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോവാം. നിങ്ങൾ ആദ്യം പോ. നിങ്ങൾ പറഞ്ഞു ഞാനും പോകില്ല. എനിക്ക് പോകണം തോന്നുന്നു ഞാൻ പോകും. ആ പൊയ്ക്കോ. ഓ ശരി സാറേ. സാറേ ഞാൻ പറഞ്ഞാല് ഞാൻ വിളിക്കാം അങ്ങോട്ട്. ഓ ശരി. എന്താടാ? അച്ഛൻ തൃശ്ശൂര് പോകും. പല സ്ഥലത്തും പോകും. അമ്മേനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു അമ്മേനെ കൊണ്ടുപോകില്ല. ഒരാളെയും കൊണ്ടുപോകില്ല. ഒരു അമ്മയുണ്ട്, ഒരു മോനുണ്ട്. മനുഷ്യനൊരു സമാധാനം തരുന്നുണ്ടോ മനുഷ്യന് കുടുംബത്ത്? എന്താ നോക്കി കൊടുക്കണത്? ഒന്ന് പോടാൻ പാടി. എന്തൊരു കഷ്ടം നമുക്ക് തുറപ്പിച്ച് നോക്കിയേക്കണത്. എനിക്ക് ചോദിക്കാനും പറയാൻ ആരും ഇല്ലാത്തൊന്നുമല്ല. കുറെ നാളായി തുടങ്ങിയിട്ട്. തൃശ്ശൂര് വേറെ പെണ്ണുങ്ങൾ പോയി കേട്ടോ. ഇവിടെ ആരെയും വേണ്ടാന്ന് പറഞ്ഞ ദിവസം അതന്നെ എന്തേലും പറഞ്ഞ അങ്ങ് തുടങ്ങുമോ? വെറുതെ എന്തേലും അറിയണോ? അങ്ങനെ എന്തൊന്നും അറിയണ്ടല്ലോ. എന്താ പണി? എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പോകും. നീ നിന്റെ അച്ഛൻ എവിടെ വെച്ചപ്പോ ഒരു ചെറുതെടുക്കാൻ വേണ്ടിട്ട്. നീ പോനാ പതിവില്ലാതെ? ഒന്നുമില്ല, അവളായിട്ട് വീട്ടിൽ ചെറിയൊരു പ്രശ്നം. സന്തോഷമുള്ള കാര്യമാണെങ്കിൽ രണ്ടരടിക്ക് സന്തോഷം കൂടും. വഴക്കാവുമ്പോ ആ ചട്ടിയും കലാമ്പോ തട്ടിമുട്ടിയിരിക്കും. അത് കുറച്ച് കഴിയുമ്പോ മാറിടാ. ഇനി വെള്ളടിക്കണ നീ ഇപ്പൊ തന്നെ ഉപദേശിച്ച് എന്നെ അങ്ങോട്ട് നന്നാക്കോ? നിനക്കൊന്നും ഇവിടെ വരെ വരാൻ പറ്റുമോ? ഓ ഞാൻ വരാടാ. ഇതാ വരുന്നു. നീ വെച്ചേ കാര്യം പറയാൻ വിളിച്ച അപ്പൊ 100 കൂട്ടം ചോദ്യം ഇതാണ്. അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്റെ അമ്മ എല്ലാ ദിവസവും ഉണ്ട്. ഒരുമാതിരി കുത്തിയ ചുമയാണ്. മനുഷ്യന് ഉറങ്ങാൻ പോലും പറ്റൂലെന്ന് കൊറേ ദിവസമായി തുടങ്ങിയിട്ട്. അതാ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നാ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിക്കുക. അത് മാറണ്ടേ? ഇത് ആരോട് പറയാനാ? അപ്പൊ അതന്നെ അപ്പൊ പറയാ വേണ്ടാന്ന്. മറ്റേ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് പിടിച്ചാൽ മാറുന്നു. ലോകത്തിലെ സകല ശാസ്ത്രം അറിയാം. പക്ഷെ സ്വന്തം കാര്യം വരുമ്പോ മാത്രം ഇതൊന്നും അറിഞ്ഞൂടാ. എന്നാ ആരിലും പറയുമ്പോ ഇത് മനസ്സിലാക്കണ്ടേ? ഞാൻ പറഞ്ഞു മടുത്ത്. ഇനി വയ്യ പറയാണെന്ന്. എന്നിട്ട് എന്തായാലും പറഞ്ഞ് വീണ്ടും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചാടിക്കടിക്കാൻ വരും. നിന്റെ വീട്ടുകാരെന്നൊക്കെ പറഞ്ഞിട്ടു. അപ്പൊ ഞാനും തിരിച്ചു പറഞ്ഞു എനിക്ക് വയ്യ.